മുംബൈ സ്വദേശിയിൽ നിന്നും പണം കവർന്ന കേസിൽ കോഴിക്കോട് ആയഞ്ചേരി സ്വദേശി പിടിയിൽ. ആയഞ്ചേരി തറോപ്പൊയിൽ സ്വദേശി സുബിലേഷാണ് പിടിയിലായത്. മുംബൈ താനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ആയഞ്ചേരിയിലെ എത്തിയാണ് സുബിലേഷിനെ പിടികൂടിയത്. ഫെബ്രുവരി 21 മുംബൈ നൌപാഡയിൽ വെച്ച് മുംബൈ സ്വദേശി ആസിഫ് അഹമ്മദ് റഹ്മത്തുള്ള അൻസാരിയിൽ നിന്നും 30 ലക്ഷം രൂപ 5-അംഗ സംഘം കവർന്നിരുന്നു. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, മുംബൈയിൽ നടന്ന ഒരു അതിക്രമത്തിന്റെ പ്രതിയെ പിടികൂടുന്നത് ഇവിടെയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതിലായി ഫെബ്രുവരി 21 മുംബൈ നവാഡയിൽ വെച്ച് മുംബൈ സ്വദേശിയായിട്ടുള്ള ആസിഫ് അഹമ്മദ് റഹ്മത്തുള്ള അൻസാരി എന്ന യുവാവിനെ 5-അംഗ സംഘം മർദ്ദിക്കുകയും 30 ലക്ഷം രൂപ കവരുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഈ 5-അംഗ സംഘത്തിലെ പ്രധാന പ്രതിയാണ് കോഴിക്കോട് വടകര സ്വദേശിയായിട്ടുള്ള ആയഞ്ചേരി സ്വദേശിയായിട്ടുള്ള സുബിലേഷ്. ഈ മറ്റ് 4 പ്രതികളെ അന്വേഷണ സംഘം ആ ദിവസങ്ങളിൽ തന്നെ പിടികൂടിയിരുന്നു. എന്നാൽ ഇയാൾ നാട്ടിലേക്ക് കടന്നു കളയുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും ഇയാളുടെ മറ്റു വിവരങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വടകരയിൽ തന്നെ ഉണ്ട് എന്ന അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും വടകരയിൽ വെച്ച് ഇയാളെ പിടികൂടുകയും ഇയാൾ ഒരു ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ പോലീസ് വേഷത്തിലായിരുന്നില്ല ഈ അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇയാൾ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടുകയും മറ്റെന്തോ ആക്രമണമാണ് എന്ന് വിചാരിക്കുകയും അവിടെ വലിയൊരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് വടകര പോലീസ് എത്തുകയും ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വടകര സ്റ്റേഷനിലേക്ക് മാറ്റുകയുമായിരുന്നു. തുടർന്ന് മറ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാളെ തിരികെ മുംബൈയിലേക്ക് എത്തിക്കും. സൂചിപ്പിച്ചതുപോലെ 30 ലക്ഷം രൂപ യുവാവിനെ മർദ്ദിച്ച് കവർന്ന കേസിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പ്രതിയെ വടകരയിൽ നിന്ന് ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.